ഒരിക്കൽ ഒരു കാട്ടിൽ വളരെ ദേഷ്യക്കാരനായ ഒരു മുയലുണ്ടായിരുന്നു, ഗ്രംപി. എന്തിനും ഏതിനും ആരോടും എപ്പോഴും ദേഷ്യം തന്നെ ദേഷ്യം. ഒറ്റയ്ക്കൊരു മരച്ചുവട്ടിലായിരുന്നു ഗ്രംപി താമസിച്ചിരുന്നത്. ഈ ദേഷ്യം കാരണം ആരും അവനോട് ചങ്ങാത്തം കൂടിയിരുന്നില്ല. ആവശ്യമുള്ള പഴങ്ങളും ക്യാരറ്റുമെല്ലാം സ്വയം കണ്ടുപിടിക്കാൻ മിടുക്കനായിരുന്ന ഗ്രംപി ഒറ്റയ്ക്ക് ആഹാരമെല്ലാം കഴിച്ച് വീട്ടിലെപ്പോഴും തനിയെ സമയം ചെലവിട്ട് പോന്നു. രാവിലെ കൂവുന്ന കുയിലിനോടും ചിലയ്ക്കുന്ന അണ്ണാനോടുമെല്ലാം ഒരു കാരണവുമില്ലാതെ ഗ്രംപി വഴക്കിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൈ നിറയെ അന്നത്തേക്കുള്ള ആഹാരമായ പഴുത്ത സ്ട്രോബെറി പഴങ്ങളുമായി വീട്ടിലേക്ക് മുഖവും വീർപ്പിച്ച് വരികയായിരുന്ന ഗ്രംപി. എതിരെ വന്ന 2 എലിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഗ്രംപി ചൂടായി. എന്താണ് ഇത്ര ചിരിച്ചു കളിച്ചു വരാൻ? എൻ്റെ കയ്യിലുള്ളതിൻ്റെ പകുതി പഴങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഒരു എലിക്കുഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് പഴം കുറവാണെങ്കിലും എനിക്ക് ഇവനും ഞാനും കൂട്ടുകാരനായി ഉണ്ടല്ലോ. ഞങ്ങൾ ചങ്ങാതിമാർ ഉള്ള പഴം കൊണ്ട് വയറു നിറയ്ക്കും, പിന്നെ കളിച്ച് ചിരിച്ചു നടക്കും. ഒരു കൂട്ടുകാരൻ ഇത്ര സന്തോഷം തരുമെന്ന് ഗ്രംപിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഉള്ളിൽ എന്നും ഉണ്ടായിരുന്ന ഒറ്റപ്പെടൽ ഗ്രംപിക്ക് കൂടുതൽ അനുഭവപ്പെട്ടു. ഗ്രംപി വീട്ടിലേക്ക് പോയി. വീടിന് മുന്നിൽ വിഷാദമൂകനായിരിക്കുന്ന ഗ്രംപിയെ കണ്ടപ്പോൾ ഓസ്കർ എന്ന മൂങ്ങ അവനടുത്തേക്ക് വന്നു. എന്തിനാണ് നിനക്കിത്ര ദേഷ്യം എന്ന പതിവ് ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഓസ്കറിനോട് ദേഷ്യപ്പെടണം എന്ന് ഗ്രംപി ഉള്ളിൽ ആലോചിച്ചു. ഗ്രംപി, എന്തിനാണ് നിനക്കിത്ര സങ്കടം? എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം എന്നാണ് പക്ഷെ ഓസ്കർ ചോദിച്ചത്. ഗ്രംപിയുടെ ദേഷ്യം അലിഞ്ഞ് കണ്ണുനീരായി ഒഴുകി. ഗ്രംപി കരയുന്നത് കണ്ടപ്പോൾ ഓസ്കറിന് സങ്കടമായി. നീ കരയാതെ കാര്യം പറയൂ എന്ന് ഓസ്കർ അവനോട് പറഞ്ഞു. അന്ന് കണ്ട എലിക്കുഞ്ഞുങ്ങളുടെ കാര്യവും അവരുടെ ചങ്ങാത്തവും സന്തോഷവും തനിക്ക് ആരുടെയും ചങ്ങാത്തവും സന്തോഷവും ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്തതും എല്ലാം ഗ്രംപി ഓസ്കറിനോട് പറഞ്ഞു. ഓസ്കർ അവനെ ഉപദേശിച്ചു. നീ ആദ്യം നിന്റെ ദേഷ്യം ഉപേക്ഷിക്കും. ദേഷ്യമാണ് നിന്നിൽ നിന്ന് സകലരെയും അകറ്റുന്നത്. അവരെ എല്ലാം സ്നേഹിക്കാൻ പഠിക്കൂ. നിനക്കും ചങ്ങാതിമാരുണ്ടാവും. നിനക്കും സന്തോഷമായി സുഖമായി ജീവിക്കാം. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം? ഗ്രംപി ഓസ്കറിനോട് ചോദിച്ചു. നിന്റെ ഉള്ളിലുള്ള ഏതോ വിഷമമോ പുറത്തു പറയാനാവാത്ത ഏതോ ആഗ്രഹമോ ഒക്കെ കാരണമാണ് ദേഷ്യം ഉണ്ടാകുന്നത്. ആ വിഷമം മാറിയാൽ ദേഷ്യവും മാറും. ഒറ്റപ്പെടലാണ് നിന്റെ വിഷമത്തിനും ദേഷ്യത്തിനും കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓസ്കർ കൂട്ടിച്ചേർത്തു. അന്നു മുതൽ ഗ്രംപി ആരോടും ദേഷ്യപ്പെടാതായി. കിട്ടുന്ന സ്ട്രോബെറി പഴങ്ങളും ക്യാരറ്റുമെല്ലാം അവൻ മറ്റു ജന്തുക്കളുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. കിളികൾ പാടുമ്പോഴും അണ്ണാൻകുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴും ഗ്രംപി സന്തോഷത്തോടെ കണ്ടു നിൽക്കാൻ തുടങ്ങി. കാലക്രമേണ ദേഷ്യക്കാരനല്ലാത്ത ഗ്രംപിക്ക് അനവധി കൂട്ടുകാരെ ലഭിച്ചു. അങ്ങനെ ഗ്രംപി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. കോപം പലപ്പോഴും ഉണ്ടാവുന്നത് നമ്മൾ ഉള്ളിൽ ഒളിച്ചു വെക്കുന്ന എന്തോ കാരണം കൊണ്ടാവാം. ആ കാരണം കണ്ടുപിടിക്കാൻ നോക്കൂ. അത് പരിഹരിച്ചാൽ അകാരണമായ ദേഷ്യം ഒഴിവാക്കാം. ദേഷ്യം ഒഴിവായാലോ ബന്ധങ്ങൾ വളരെ നന്നാവും, ഊഷ്മളമാവും, ജീവിതം സുഖകരമാവും.